അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ റമദാനിലാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും റാഹത്തുമാണത് നൽകുന്നത്. പഞ്ചാരക്കുന്നിൽ തേന്മഴ ഒഴുകി എന്ന് പറയുന്നത് പോലെ വെള്ളിയാഴ്ചക്ക് തന്നെ വലിയ മഹത്വമാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ് ദിവസങ്ങളെ നേതാവ്. ആ ദിവസത്തിൽ എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ അഥവാ വ്യാഴാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് എൻ്റെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അത് ഞാൻ നേരിട്ട് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അങ്ങ് നേരിട്ട് കേൾക്കുക? അങ്ങ് നുരുമ്പിപ്പോയിട്ടുണ്ടാവുകയില്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഇന്നല്ലാഹ ഖദ് ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാഇൻ്റെ ശരീരം ഭൂമിയുടെ മേലിൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ഒരിക്കലും നുരുമ്പിപ്പോകുകയില്ല. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് നേരിട്ട് വെള്ളിയാഴ്ച രാപ്പകലുകളിൽ കേൾക്കാൻ കഴിയും. മറ്റു ദിവസങ്ങളിൽ എനിക്ക് മലായിക്കത്തുകൾ അത് എത്തിച്ചു തരും. കിതാബ് ശിഫായിൽ ഖാളി ഇയാദ് റഹ്മഹുള്ളയെ പോലത്തെ മഹാന്മാർ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഇക്സാറുസ്വല, സ്വലാത്തിനെ അധികരിപ്പിക്കുക. സ്വലാത്ത് ചെല്ലുക എന്നല്ല, സ്വലാത്തിനെ അധികരിപ്പിക്കുക. കൂടുതൽ സ്വലാത്ത് ചെല്ലുക. അല്ലാഹു തആല നമുക്കൊക്കെയും അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിലേക്ക് ഈ വിശുദ്ധമായ റമദാനിലെ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊക്കെ കാഴ്ചവെക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നിൻ്റെ മഹത്വം നമുക്കറിയാമല്ലോ. പിന്നെ ഈ ദിവസത്തിൽ അഥവാ പരിശുദ്ധമായ റമദാനിലെ 10ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു അടിമക്ക് എന്തൊക്കെ ഖൈർ അല്ലാഹു കൊടുക്കുമോ അതൊക്കെയും അല്ലാഹു അവന് കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. നമുക്കൊക്കെ ആഗ്രഹിക്കുന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറാണല്ലോ നമുക്ക് ആഗ്രഹിക്കുന്നത്. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന, അല്ലേ? നല്ലത് വേണം നമുക്ക്, ഖൈർ വേണം നമുക്ക്. അതുകൊണ്ട് എപ്പോഴും ഖൈറിന് വേണ്ടി ദ്വാരക്കലോടുകൂടെ ഇന്നിൻ്റെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.